പെരുമലൈ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റ്സിലുള്ള 3 പോലീസുകാരെയാണ് കാണാതാവുന്നത്. ആരെ കോൺടാക്ട് ചെയ്തിട്ടും ഒരു തരത്തിലുള്ള റെസ്പോൺസും കിട്ടുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് പെട്ടുകിടക്കുന്ന ഇവർക്ക് പെട്ടെന്നൊരു റെസ്പോൺസ് കിട്ടുന്നത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നാണ്. ആ ഒരു കേരള പോലീസ് ഇവരെ തപ്പി ഇറങ്ങുന്നു. അങ്ങനെ ഇവർക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നോർമലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ജസ്റ്റ് ഇവരുടെ മനുഷ്യത്വത്തിന്റെ പുറത്ത്, മനസ്സാക്ഷിയുടെ പുറത്ത് മാത്രമാണ് ഇവർ ഈ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ഈ ഒരു 3 പേരും കൂടെ ഈ ഒരു കാട്ടിലോട്ട് ഇറങ്ങുന്നു. ഒത്തിരി നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കാടാണ് അത്. അതിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിന് ഒത്ത ആ ഒരു സിനിമാറ്റോഗ്രഫിയും ഫ്രെയിംസും ഒക്കെയാണ് ഈ ഒരു മൂവി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി കാണിക്കുന്ന ഒന്നാണ്. ആ ഒരു 3 പോലീസുകാരും ഈ ഒരു അക്സർ അലിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ വിനീത് കുമാറിൻ്റെ ക്യാരക്ടറും സലീമിൻ്റെ ക്യാരക്ടറും ഇവരെല്ലാം കൂടെ ഇവരെ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഇവർക്ക് അവിടെ നിന്ന് എന്താണ് അവരുടെ ആ ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റൻസിൽ ഈ ഒരു പോലീസുകാർ കാണാതായ ആ ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റൻസ് എന്താണ്, അവർക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയുമോ, എന്തൊക്കെയാണ് ആ ഒരു കാടിൻ്റെ നിഗൂഢതകൾ, അവിടെ പോയ ഈ ഒരു പോലീസുകാർ എങ്ങനെയാണ് അവിടെ പെട്ടുപോയത്, അവർക്ക് എങ്ങനെയാണ് ഒരു ഹെൽപ്പും കിട്ടാതാവുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ ഒരു എൻഗേജിങ് ആയിട്ട് ഒരു വെറൈറ്റി പ്ലോട്ടിൽ കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ ആയിട്ട് പറയുന്ന ഒരു സിനിമയാണ് സംഭവം അധ്യായം 1. ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വെറൈറ്റി പ്ലോട്ട് പറയുന്ന സിനിമകൾ കൂടുതലും എക്സിക്യൂഷനിൽ ഫ്ലാറ്റർ ആവുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം റീസണബിളി വെൽ എക്സിക്യൂഷനാണ് ഈ ഒരു മൂവിയിൽ ഈ ഒരു ജിത്തു സതീഷ് മംഗലത്ത് തന്നിരിക്കുന്നത്. അത് സിനിമയുടെ ഒരു പോസിറ്റീവാണ്. കാരണം ഒരു വെറൈറ്റി സ്ക്രിപ്റ്റാണ് ഈ ഒരു മൂവിയുടേത്. ഇങ്ങനെ പോകുന്ന ആ ഒരു എന്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസിലാണ് ആ ഒരു പോലീസുകാരെ കാണാതാവുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഇവർ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഇവരെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള പല പല സംഭവങ്ങളാണ് എൻഗേജിങ് ആയിട്ട്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ജേണിയാണ് ഈ ഒരു പോലീസുകാരെ രക്ഷിക്കാനായിട്ടുള്ളത്. ആ ഒരു ജേണിയിൽ അവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് എൻഗേജിങ് ആയിട്ട് ഒരു സിനിമ പറയുന്നത്. അതൊക്കെ തന്നെയാണ് സിനിമയുടെ മേജർ പോസിറ്റീവും. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അക്സർ അലി ആണെങ്കിലും ഈ ഒരു വിനീത് കുമാർ ആണെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ ആണെങ്കിലും സലീം ആണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നിട്ടുണ്ട്. അതിനോട് തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു എക്സിക്യൂഷനാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവർ ആ ഒരു കാട്ടിൽ നിന്ന് എങ്ങനെയാണ് പെട്ടുപോയത്, അവരെങ്ങനെയാണ് അവരെ രക്ഷിക്കുന്നത് എന്നുള്ള പല പല സംഭവങ്ങളും എഫക്റ്റീവായിട്ട് പറയാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. അതിനോട് തന്നെ ഈ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ആ ഒരു കാടിൻ്റെ നിഗൂഢതയും രഹസ്യങ്ങളും ഒക്കെ തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. ആ ഒരു ടെക്നിക്കൽ ടീമും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് മൂവിയിൽ. ഇതൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ്സ്. കാര്യമായിട്ടുള്ള നെഗറ്റീവ്സും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത് സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവാണ്. എന്നാലും ചെറിയ ചെറിയ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറേ ആയിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത്, അതെ പറഞ്ഞാൽ സ്പോയിലറാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്നാലും കുറേ സംഭവങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന ചെറിയ മടുപ്പുകളൊക്കെ സിനിമയിലുണ്ട്. എന്നാലും അതൊക്കെ ഇതൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടും ആ ഒരു സിനിമയുടെ എക്സിക്യൂഷൻ അത്യാവശ്യം ബെറ്റർ ആയതുകൊണ്ടും കുറച്ചൊക്കെ കണ്ണടയ്ക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള സംഭവങ്ങൾക്കെതിരെ. അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് സംഭവം അധ്യായം 1. ഒരു ടെയിൽ എൻഡോടൊക്കെയാണ് അവസാനിക്കുന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്.